ാണോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഒരുപാട് ആളുകൾ ഈ മറ്റുള്ളവരെ ചെറിയ വാക്കുകൾ കൊണ്ട് കുത്തി വേദനിപ്പിക്കുമ്പം ഒരു പ്രത്യേക ആനന്ദമാണ് കുറേ ആളുകൾക്ക്. മുടിയില്ലാത്ത ഒരു മനുഷ്യൻ, മുടിയില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ അയാൾ മുടിയില്ലാണ്ടല്ല ജനിക്കുന്നത്. അയാൾക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അയാൾ നല്ല അടിപൊളിയായിട്ട് ആ മുടി പല പല ഫാഷനിൽ ചീകി വെക്കുകയും ഭയങ്കര എൻജോയ് ചെയ്ത് ലൈഫ് അങ്ങനെ ജീവിച്ചിട്ട് ഏതോ ഒരു 10-30 വയസ്സാകുമ്പോഴോ ചിലപ്പോൾ 40 വയസ്സാകുമ്പോഴോ ചിലപ്പോൾ അവരുടെ പാരൻസിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ അങ്ങനെയുള്ള ആളുകളുടെ മുടി കൊഴിച്ചൽ കഷണ്ടി കാരണം അവർക്കും ആ പ്രായമാകുമ്പോൾ മുടി കൊഴിയും. അത് അവരുടെ ഒരു തെറ്റേ അല്ല, അവർക്കും ഭയങ്കര സങ്കടം തന്നെയാണ്. ഇത്രയും കാലം നല്ല കൊല പോലെ മുടി ഉണ്ടായിട്ട് പല പല ഫാഷനിലും ഒക്കെ നടന്നിരുന്ന ആൾക്കാർ മെല്ലെ മെല്ലെയായിട്ട് എൻ്റെ മുടി കൊഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരും വല്ലാത്ത വേദനയിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടി കൊഴിയാണ്, ഞാൻ കഷണ്ടിയിലേക്ക് പോവുകയാണ്, എനിക്ക് പണ്ടത്തെ പോലെ മുടി കൊണ്ട് പല ഫാഷനാക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം അവർക്ക് ഉണ്ടാവിരിക്കുന്നല്ല ഉണ്ടാവും. അപ്പോൾ അവരതിൽ ദുഃഖിച്ചിട്ട് ആ ഉള്ള മുടി കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചീകി വെച്ചിട്ടും അല്ലെങ്കിൽ ആൾക്കൂട്ടത്ത് പോകുമ്പം വിഷമത്തോടെയൊക്കെ ആയിരിക്കും അവർ പോകുന്നുണ്ടാവുക. എൻ്റെ ഈ മുടിയെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ചില ആളുകൾ അതിനായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചെന്ന് അവർ ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന ഉടനെ അയ്യോ നിൻ്റെ മുടി മുഴുവൻ പോയി, നീ അങ്ങ് മൊട്ടയായി പോയല്ലോ, അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ ഇപ്പം എത്രയോ പ്രായം തോന്നിക്കുന്നുണ്ട്, ഇനി നിനക്ക് പെണ്ണൊക്കെ കിട്ടുമോ, കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഇവൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് പോയല്ലോ, ഇനിയിപ്പോൾ ഇവന് പെണ്ണ് കിട്ടുമോ എന്ന് ചില ആൾക്കാർ. അതിന് കല്യാണം കഴിഞ്ഞ് മക്കളും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും ഇവൻ്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി, ഇവനങ്ങ് കഷണ്ടിയായി പോയല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമാണ്. ആ ഒറ്റ വാക്കുകൊണ്ട് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾ, ഈ കഷണ്ടിയായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോയ മനുഷ്യൻ ഒരു പക്ഷേ അവരുടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് അയാളും ആ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുകയായിരിക്കും. പക്ഷേ അയാളുടെ മനസ്സിൽ എത്രമാത്രം വിഷമമായിരിക്കും ഉണ്ടാവുക മറ്റുള്ളവരുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അപ്പോൾ എല്ലാവരും ചിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ചിരിക്കുമ്പം ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ചിരി ഉണ്ടാകുമ്പം എന്ത് ആനന്ദമായിരിക്കും മറ്റുള്ളവർക്ക്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞു, അയാളെ പാട്ടിന് പോയി അയാൾക്ക് വേറെ കാര്യങ്ങൾ കഴിഞ്ഞു. അതുപോലെ ചെന്ന് വേറെ തടിച്ച ഒരു പെൺകുട്ടീനെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീനെയോ കാണുമ്പം നീ അങ്ങ് തടിച്ചു പോയല്ലോ, ഇവളെ എവിടെ നിന്നാണ് റേഷൻ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇവൻ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇവന് ഒരു ഊണൊന്നും കഴിച്ചാൽ പോരല്ലോ, ഇവന് കുറേ കൊടുക്കുക ഭക്ഷണം, അങ്ങനെയൊക്കെ എത്രയോ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം തന്നെയാണ് ഭയങ്കര മെലിഞ്ഞ് എല്ലുന്തോല് പോലെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ അല്ലെങ്കിൽ ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പലരും പറയുന്നു ഇവളങ്ങ് ക്ഷീണിച്ച് പോയല്ലോ, ഇവളൊരു കോല് പോലെയാണല്ലോ, ഇവള് ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ, അപ്പോൾ കാണുമ്പം തന്നെ കാറ്റത്ത് പറന്നു പോകുമോ. അങ്ങനെ പറയുമ്പം ഈ പറയുന്ന പെൺകുട്ടിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഇത്തിരി തടിച്ചു, പണ്ടുള്ളതിനേക്കാളും ലേശം തടി നന്നായിട്ടുണ്ടെന്നുള്ള സന്തോഷത്തിലായിരിക്കും ചിലപ്പോൾ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ടാവുക. ചെന്നുടനെ തന്നെ ഈ ആൾക്കാർ ഇവളങ്ങ് മെലിഞ്ഞു പോയി എന്ന് പറയുന്നത് ഓക്കെ, പക്ഷേ ഇവളങ്ങ് ക്ഷീണിച്ചല്ലോ, ഇവൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, അല്ലെങ്കിൽ ഇവളൊന്നും ഭക്ഷണം കഴിക്കാറില്ലേ, വീട്ടുകാർക്കൊന്നും കൊടുക്കാറില്ലേ, ഇവൾ കല്യാണമൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ഇവളുടെ സ്ഥിതി, അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള